ഇനി 111 സ്കൂൾ തുറന്നതിനെ കുറിച്ച് പറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ 3 സ്കൂൾ പൂട്ടി കഴിഞ്ഞ കൊല്ലം, അതിൽ 2 ധർമ്മടം മണ്ഡലത്തിലാണ്. 250 സ്കൂൾ കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ പൂട്ടിയിട്ടുണ്ട്. നിങ്ങൾ 1000 ബാറിലേക്ക് എത്തിയപ്പോ 250 സ്കൂളുകൾ പൂട്ടിപ്പോയിട്ടുണ്ട്. അപ്പൊ സ്കൂളുകൾ പൂട്ടുന്നത് ഏതെങ്കിലും ഒരു സർക്കാരിന്റെ മാത്രം നിങ്ങളുടെ ഭരണത്തിന്റെ പേര് പറ അഭിലാഷേ. ആ പൂട്ടിയ സ്കൂളിന്റെ പേര് പറ അഭിലാഷ്. സ്കൂളിന്റെ പേര് പറ. പൂട്ടിയ സ്കൂളിന്റെ പേര് പറ. കർണാടകത്തിൽ പൂട്ടിയ സ്കൂളിന്റെ പേര് പറഞ്ഞു. കർണാടകത്തിൽ പൂട്ടിയ സ്കൂളിന്റെ പേരറിയാം. കർണാടകത്തിൽ പൂട്ടിയ സ്കൂളിന്റെ പേര് പറയൂ. കർണാടകത്തിലെ സ്കൂളിന്റെ പേര് പറയാൻ ഏത് സ്കൂളാണ് പൂട്ടിയത്? കർണാടകയിൽ ഏത് സ്കൂളാണ് പൂട്ടിയത്? ആ കിണർകോലൂരൊന്ന് വിളിക്ക്. കിണർകോലൂർ ടെസ്റ്റ് ചെയ്ത് വന്ന് പറയാൻ പറയും മറുപടി. കേരളത്തിൽ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാൻ സത്വര നടപടികൾ തുടരുമ്പോൾ തൊട്ടയൽ സംസ്ഥാനമായ കർണാടകയിൽ അതല്ല സ്ഥിതി. സിദ്ധരാമയ്യ സർക്കാരിന്റെ കാലത്ത് 676 പൊതുവിദ്യാലയങ്ങളാണ് അടച്ചുപൂട്ടിയത്. എല്ലാവർക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കുമെന്ന നയത്തിന് വിരുദ്ധമാണ് കർണാടകയിൽ നിന്ന് പുറത്തുവരുന്ന കണക്കുകൾ. പറഞ്ഞാൽ കർണാടകയിൽ പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടുന്ന ഒരു സ്ഥിതിയുണ്ട്. അതായത് ഈ സർക്കാർ വന്നതിന് ശേഷം, സിദ്ധരാമയ്യയുടെ 2ാം സർക്കാർ വന്നതിന് ശേഷം 676 പൊതുവിദ്യാലയങ്ങളാണ് അടച്ചുപൂട്ടിയിരിക്കുന്നത്. 2020 മുതൽ 25 വരെയുള്ള കണക്കെടുത്താൽ ഇത് 947 എണ്ണം വരും.